തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന തീയൽ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എന്നാൽ ഒത്തിരി നേരം നിന്ന് തേങ്ങ ഇളക്കി വറുത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും അത് മടിച്ചേക്കും. ഇനി ഇങ്ങനെ ഒന്ന് തേങ്ങ വറുത്ത് നോക്കൂ, എളുപ്പമായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. കുക്കർ ചൂടായതിനു ശേഷം ഒരല്പം എണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ചെറു തീയിലിട്ടതിന് ശേഷം കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തേച്ചാൽ മതി. പെട്ടെന്ന് തന്നെ കുക്കറിലായതുകൊണ്ട് തേങ്ങ നന്നായിട്ട് മൂത്ത് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പരീക്ഷിക്കാത്തവർ ഒന്നിങ്ങനെ ചെയ്ത് നോക്കണേ. തീയലിന് ആവശ്യമായ കഷ്ണങ്ങൾ എടുക്കാം. ഞാനിവിടെ കൊച്ചുള്ളിയും മുരിങ്ങയ്ക്കായും എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള കഷ്ണങ്ങൾ എടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കാം. എണ്ണയിലേക്ക് കടുകും ജീരകവും പൊട്ടിച്ച് അതിലേക്ക് ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെയാണ് ഞാൻ പൊടികൾ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാനൊരു 1/4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ നാവിൻ്റെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വറുത്തെടുത്ത തേങ്ങ നന്നായിട്ട് അരച്ച് മഷി പോലെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് ചെറുതീയിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. രുചിയേറും വറുത്തരച്ച തീയൽ ഇങ്ങനെ തയ്യാറാക്കാം. തേങ്ങ വറുത്തരച്ചുണ്ടാക്കുന്ന തീയൽ എല്ലാവർക്കും ഇഷ്ടമാണ് അല്ലേ? എന്നാൽ ഒത്തിരി നേരം നിന്ന് തേങ്ങ ഇളക്കി വറുത്തെടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പലരും അത് മടിച്ചേക്കും. ഇനി ഇങ്ങനെ ഒന്ന് തേങ്ങ വറുത്ത് നോക്കൂ, എളുപ്പമായിട്ട് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. കുക്കർ ചൂടായതിനു ശേഷം ഒരല്പം എണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം, നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ചെറു തീയിലിട്ടതിന് ശേഷം കുക്കറിൻ്റെ മൂടി കൊണ്ട് അടച്ചു കൊടുക്കാം. ഇടയ്ക്കിടെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തേച്ചാൽ മതി. പെട്ടെന്ന് തന്നെ കുക്കറിലായതുകൊണ്ട് തേങ്ങ നന്നായിട്ട് മൂത്ത് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇത് പരീക്ഷിക്കാത്തവർ ഒന്നിങ്ങനെ ചെയ്ത് നോക്കണേ. തീയലിന് ആവശ്യമായ കഷ്ണങ്ങൾ എടുക്കാം. ഞാനിവിടെ കൊച്ചുള്ളിയും മുരിങ്ങയ്ക്കായും എടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള കഷ്ണങ്ങൾ എടുക്കാം. ഇതുപോലെ അരിഞ്ഞെടുക്കാം. എണ്ണയിലേക്ക് കടുകും ജീരകവും പൊട്ടിച്ച് അതിലേക്ക് ഈ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് തന്നെയാണ് ഞാൻ പൊടികൾ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി എന്നിവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിപ്പൊടി ഞാനൊരു 1/4 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ നാവിൻ്റെ രുചിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാം. വറുത്തെടുത്ത തേങ്ങ നന്നായിട്ട് അരച്ച് മഷി പോലെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ചേർത്ത് ചെറുതീയിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം. രുചിയേറും വറുത്തരച്ച തീയൽ ഇങ്ങനെ തയ്യാറാക്കാം.